അപ്പോൾ ഇന്ന് ഒരു പ്രിസർവേറ്റീവ്സ് ഇല്ലാതെ അടുത്ത വർഷം വരെ നമുക്ക് എങ്ങനെ മാംഗോ ജ്യൂസ് കുടിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ തുടങ്ങിയതുകൊണ്ട് നമുക്ക് മാങ്ങ ഉണക്കിയിട്ടൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജ്യൂസായിട്ട് എങ്ങനെ അടുത്ത വർഷം വരെ സൂക്ഷിക്കാം, ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെ എങ്ങനെ സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ പറമ്പിൽ ഇപ്പോൾ ധാരാളം മാങ്ങയുള്ള ഒരു സമയമാണല്ലോ. ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഒരുപാട് മാങ്ങകൾ അടുത്ത വീട്ടിലൊക്കെ കൊടുത്തു, എന്നാലും ബാക്കിയുള്ള മാങ്ങയുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെ സൂക്ഷിക്കാമെന്നില്ല ഞാൻ കാണിച്ചു തരാം. നമ്മളിതുപോലെ കഴുകി നന്നായി ഉണക്കി വെക്കണം കേട്ടോ. ഇതുപോലെ ഉണങ്ങിയിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ 2 തരത്തിലാണ് ഇന്ന് കാണിച്ചു തരുന്നത്. ഇത് രണ്ടും പ്രിസർവേറ്റീവ്സ് ഇല്ലാതെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വർഷം വരെ നമുക്കിത് സൂക്ഷിക്കാനും പറ്റും ചീത്തയാവാതെ. അപ്പോൾ ഇങ്ങനെ നോക്കാം. ആദ്യം നമ്മൾ മാങ്ങ തൊലിയൊക്കെ ചെത്തി ഇതുപോലെ ഒരു ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കണം. ആദ്യം മുറിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞ പോലെ കഴുകി തുടച്ചതിന് ശേഷം വേണം നമ്മളിതുപോലെ മാങ്ങ മുറിച്ചെടുക്കാൻ. ഇത് ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് ഒന്നുകൂടി അടിക്കണം. ഒരിക്കലും കുരു വീഴരുത് കേട്ടോ. അങ്ങനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലാക്കി സൂക്ഷിക്കാം. ഞാൻ 1 കിലോ പഴുത്ത മാങ്ങ പൾപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറുനാരങ്ങയാണ് എടുത്തത്. അതിൻ്റെ നീരാണ് എടുത്തത്. ചെറുനാരങ്ങ വെച്ചാൽ നല്ല നീരുള്ള ചെറുനാരങ്ങ തന്നെയാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ചെറുതാണെങ്കിൽ 2 എടുക്കാം. ഇത് നമ്മൾ ചീത്തയാവാതിരിക്കാനാണ് ഇത് ചേർത്ത് നമ്മളിത് ഫ്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. ഇത് 1 വർഷം വരെ നമുക്ക് കേടുകൂടാതെ ഇതേപോലെ ഫ്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പെട്ടെന്നൊരു ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ടൊന്നും പറ്റില്ല. ഇത് നമ്മൾ ഫ്രീസ് ചെയ്തതാണല്ലോ, പുറത്തെടുത്ത് വെച്ചിട്ട് വേണം ചെയ്യാൻ. അതുമാത്രമല്ല, ഇത് നമുക്ക് ശരിക്കും ഒരു മിൽക്ക് ഷേക്കൊക്കെ ഉണ്ടാക്കാനാണ് നല്ലത്. ഇതൊന്നുകൂടി അടിച്ചെടുക്കണം. നമ്മൾ അരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ മാംഗോ പൾപ്പ് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജ്യൂസ് റെഡിയാക്കാം. ഇത് ഞാൻ ഇതേപോലെ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ മാങ്ങ മുഴുവനായും നമുക്ക് 1 വർഷം വരെ സൂക്ഷിക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇടുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നതും പ്രിസർവേറ്റീവ്സ് ഇല്ലാതെയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് സിറപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായി നമ്മൾ ഈ മാംഗോ പൾപ്പ് ഒന്ന് അരിച്ചെടുക്കണം. ഇതുപോലെയുള്ള അരിപ്പയിലാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നേരിയ പുതിയ തോർത്തുമുണ്ടൊക്കെ ഉണ്ടാവില്ലേ, നേരിയ മുണ്ട്, അതെടുത്തും ഇതുപോലെ അരിച്ചെടുക്കുക. തീർച്ചയായും അരിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മുഴുവനായും തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് 6 കപ്പാണ് മാംഗോ പൾപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 1/3 ഭാഗം വെള്ളം ചേർത്ത് കൊടുക്കാം. കാരണം ഇത് കുറച്ച് സിറപ്പായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചേർത്ത വെള്ളവും മാങ്ങയും വേറെ വേറെ ആയിട്ടായിരിക്കും ഉണ്ടാവില്ല. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം തന്നെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിക്കാം. ഇത് നന്നായി തിളക്കണം. പക്ഷേ നമ്മളിത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇത് അടിയിലൊന്നും പിടിക്കില്ല ഈ മാങ്ങ. അപ്പോൾ ഇത് നന്നായി തിളക്കാൻ തുടങ്ങുന്നുണ്ട്. നന്നായി ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 കപ്പ് മാംഗോ പൾപ്പിന് നമുക്ക് 3 കപ്പ് പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ മധുരം നോക്കിയിട്ട് എപ്പോഴും പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് പക്ഷേ ഇവിടെ ആർക്കും മധുരം അധികം ഇഷ്ടമല്ല. അതുകൊണ്ടാണ് 1.5 കപ്പ് മാത്രം ചേർത്ത് കൊടുത്തത്. സാധാരണ ജ്യൂസ് ഉണ്ടാക്കുമ്പോഴായാലും പഞ്ചസാര ചേർക്കാതെയാണ് ഇവരൊക്കെ കുടിക്കാറ്. പക്ഷെ പഞ്ചസാര തീരെ ചേർക്കാതെ നമ്മളിത് ഉണ്ടാക്കാൻ പാടില്ല. കാരണം പഞ്ചസാര ചേർത്താലും ഈ ജ്യൂസ് കേടാവാതിരിക്കാൻ കൂടിയുള്ള ചെറിയൊരു പ്രിസർവേറ്റീവ് കൂടിയാണ് കേട്ടോ ഈ പഞ്ചസാര. അതുകൊണ്ട് കുറച്ചെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അതിലും കൂടുതലും മധുരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് വെച്ചാൽ മതി. ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ അന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവനായും ആദ്യം ചേർത്ത് കൊടുക്കണം എന്നില്ല. അതൊക്കെ അവരോരോ ഇഷ്ടത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇങ്ങനെ തിളച്ചാൽ മതി. തിളച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ തെറിക്കാൻ തുടങ്ങും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അത് കട്ടിയൊന്നും ആവണ്ട. കട്ടിയായി കഴിഞ്ഞാൽ ആ ഒരു ജാം കൺസിസ്റ്റൻസിയിലേക്ക് വരും. ഈ സമയത്ത് ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് കേട്ടോ നീര് ചേർക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഡയറക്റ്റായി ചേർക്കരുത്. കുരു വീണ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ കയ്പ്പ് രസം വരും. കുറച്ച് കഴിയുമ്പോൾ ആ കുരു അതിൻ്റെ അകത്തുണ്ടെങ്കിൽ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ജ്യൂസ് നല്ല കയ്പ്പ് രസം ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും ഇതുപോലെ അരിപ്പയിലെ കൂടി തന്നെ വേണം നമ്മൾ പിഴിഞ്ഞെടുക്കാൻ. ഇത് നല്ല നീരുള്ള ചെറുനാരങ്ങയാണ്. അതുകൊണ്ട് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത്
നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വരുമ്പം നമുക്കിത് ബോട്ടിലാക്കി സൂക്ഷിക്കാം. കുറേ കാലത്തേക്ക് നിൽക്കണമെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഞാൻ ഇത് കുറേ അധികം ഉണ്ടാക്കി സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇതൊക്കെ ഫ്രീസ് ചെയ്യാറാണ് പതിവ്. കേടാവാതിരിക്കാൻ വേണ്ടി ഫ്രീസ് ചെയ്യും. ഒരു ബോട്ടിൽ മാത്രം താഴെ വെക്കും. അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തേക്ക് വേണ്ട പൾപ്പ് ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ എപ്പോഴും നമുക്ക് വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെയാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കുറച്ച് മാംഗോ പൾപ്പ് ചേർത്തതിന് ശേഷം ബാക്കി മുഴുവനും നമുക്ക് ഇതിലേക്ക് ഐസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.